എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനുണ്ടല്ലോ, ഒരു വർക്ക്ഷീറ്റാണ് കേട്ടോ. മീനിങ് കൗണ്ടിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കാവുന്ന ഒരു വർക്ക്ഷീറ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ 3 നമ്പേഴ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മീനിങ് കൗണ്ടിങ്ങിലേക്ക് എത്തിക്കാം കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ 1, 2, 3 ഒക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചു, നമ്പർ കൗണ്ട് ചെയ്യാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു. പക്ഷേ അത് മീനിങ് ഫുള്ളായിട്ട് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വർക്ക്ഷീറ്റായിട്ട് നമ്മുടെ പേരൻസിനെ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളിൽ ചെയ്യിക്കാം ആ വർക്ക്ഷീറ്റ് ഉപയോഗിച്ച്. ഓരോ സ്റ്റെപ്പായിട്ട് അത് ഞാൻ പറഞ്ഞു തരാം, ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം നമ്മൾ 1 എന്നുള്ള നമ്പർ എടുത്തു. 1 എന്നുള്ള നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ പിക്ചറുകൾ വരയ്ക്കുക. എല്ലാം ഒന്ന് വീതം വരച്ചിട്ട് കുഞ്ഞിനോട് അത് 1 എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ പിക്ചറിൽ കുഞ്ഞിനെ കൊണ്ട് 1 എന്ന് എഴുതിക്കുക. എത്ര പൂവുണ്ട് അവിടെ? 1. എത്ര സ്റ്റാർ ഉണ്ട്? ഇത് ഓരോന്ന് കുഞ്ഞിനോട് ചോദിച്ച് അതിനകത്ത് എഴുതിക്കുക. എത്ര മരമുണ്ട്? 1. ഇങ്ങനെ എഴുതിക്കുക. അതുപോലെ തന്നെ 2-ൽ 2 കൗണ്ട് ചെയ്യിച്ച് കുഞ്ഞിനെ കൊണ്ട് എഴുതിക്കുക. 1, 2. എത്ര സ്റ്റാറാണ്? 1, 2. 1, 2. ഇതുപോലെ ഈ ആക്ടിവിറ്റികൾ പല രീതിയിൽ പലതരത്തിലുള്ള പിക്ചറുകൾ വരച്ചു കൊടുത്ത് ഓരോ പിക്ചറും കൗണ്ട് ചെയ്ത് കുഞ്ഞിനെ കൊണ്ട് എഴുതിക്കുക. പിക്ചർ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാം. ഇപ്പം ഞാനിത് വർക്ക്ഷീറ്റ് പോലെ തരുന്നതാണ്, അതുകൊണ്ടാണ് പിക്ചർ വരച്ച് ചെയ്യാനായിട്ട് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ 3 നമ്മൾ ഇതുപോലെ കൊടുക്കുക. കുഞ്ഞിനോട് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് പറയുക. 1, 2, 3. ഇത് സ്റ്റാർ. 1, 2, 3. അങ്ങനെ എല്ലാം തന്നെ കുഞ്ഞിനോട് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് പറയുക. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർ തന്നിട്ടുണ്ട്. ഇത് കുഞ്ഞിനോട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാനായിട്ട് പറയാം. 1, 2, 3. സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറ സൈഡിലും വരച്ചു കൊടുക്കണം. ആദ്യം തുടക്കത്തിൽ കുഞ്ഞിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ ഇതും 3 ആണ്. അപ്പോൾ 3യും 3യും കുഞ്ഞിനോട് മാച്ച് ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. അത് കഴിഞ്ഞ് മാച്ച് ചെയ്യാനായിട്ട് പറയുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം 2 സൈഡിലും പിക്ചർ വരച്ചു കൊടുത്തായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ പിക്ചറും ഒരു സൈഡിൽ നമ്പറും കൊടുക്കുക. എന്നിട്ട് കുഞ്ഞിനോട് മാച്ച് ചെയ്യാനായിട്ട് പറയാം. 1, 2, 3. ആ 3യിലേക്ക് കുഞ്ഞിനോട് മാച്ച് ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ അടുത്തതും ഇത് എത്രയാണെന്ന് കൗണ്ട് ചെയ്തിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറയുക. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. പിക്ചർ വരച്ചു കൊടുത്തിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസും കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ സർക്കിൾ ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ അത് മാത്രം കുഞ്ഞിനോട് സർക്കിൾ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഇവിടെ ഏത് നമ്പറാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് അത് സർക്കിൾ ചെയ്യാനായിട്ട് കുഞ്ഞിനോട് പറയുക. ഇതുപോലെ ആക്ടിവിറ്റികൾ കൊടുക്കുക. 1, 2, 3, 4, 5. 5ൽ സർക്കിൾ ചെയ്യാനായിട്ട് പറയുക. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ പലതവണ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. പല പിക്ചേഴ്സ് ഉപയോഗിച്ചൊക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഒബ്ജക്റ്റും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. നമ്മൾ ബുക്കിൽ ചെയ്യിക്കുമ്പോൾ പിക്ചർ വരച്ചാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ഒബ്ജക്റ്റുകൾ കൊടുത്തും കുഞ്ഞിനെ കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് മനസ്സിലാവുകയും ആ ഒരു മീനിങ് കൗണ്ടിങ് എന്താണെന്നുള്ളത് കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ വരച്ചു കൊടുത്തിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് കുഞ്ഞിനോട് പറയാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എല്ലാ നമ്പറും കൊടുത്തു പിക്ചറും ഒരുമിച്ച് കൊടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിക്ചർ മാത്രം കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് പറയാം. 1, 2, 3 കുഞ്ഞിനെ കൊണ്ട് എഴുതിക്കുക. ആദ്യം നമ്മൾ പിക്ചർ കൊടുത്തു, നമ്പറും കൊടുത്തു, എന്നിട്ട് അത് കുഞ്ഞിനോട് കൗണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. നമ്മൾ ഒരേപോലെയുള്ള പിക്ചറുകളും ഒരേ എണ്ണവും കൊടുത്തിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പിക്ചർ കൊടുത്തു, അതിൻ്റെ നമ്പർ കൊടുത്തിട്ട് കുഞ്ഞിനോട് മാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. നമ്മൾ പിക്ചർ കൊടുത്തു, അതിന് ഓപ്ഷനായിട്ട് കുറേ നമ്പറുകൾ കൊടുത്തു, അതിനകത്ത് നിന്ന് കറക്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കി സർക്കിൾ ചെയ്യാനായിട്ട് കൊടുത്തു. സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിക്ചർ വരച്ചു കൊടുക്കുക, കുഞ്ഞിനോട് അത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് പറയുക.
നമ്മൾ ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെയാണ് പിക്ചർ കൊടുത്തത്. ഇവിടെ 3 എന്ന് കിടക്കേണ്ടത്. അപ്പോൾ 3 ആപ്പിൾ വരയ്ക്കാനായിട്ട് കുഞ്ഞിനോട് പറയുക. ഇവിടെ 5 ആണ്. അപ്പോൾ കുഞ്ഞിനോട് 5 ആപ്പിൾ വരയ്ക്കാനായിട്ട് പറയുക. ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കും. ഒരു ചെടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനോട് അവിടെ പൂക്കൾ വരയ്ക്കാനായിട്ട് പറയാം നമുക്ക്. പിന്നെ നമുക്ക് എത്ര നമ്പറാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് പൂക്കൾ വരച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, പല തവണ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് മീനിങ്ഫുൾ കൗണ്ടിങ് കൃത്യമായിട്ട് നമ്പറുകൾ എണ്ണി എഴുതാനായിട്ട് സാധിക്കും. അത് പിക്ചറിൽ നിന്നായാലും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യിക്കുന്നതിൻ്റെ ഒപ്പം ഈ ബുക്കിൽ ചെയ്യിച്ച് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റുകൾ വെച്ചും കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റികളെല്ലാം ചെയ്യിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞ് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് മീനിങ്ഫുള്ളായിട്ട് കൗണ്ട് ചെയ്ത് നമുക്ക് പിക്ചറായാലും ഒബ്ജക്റ്റുകളായാലും എടുത്തു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്